പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്തഈൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നോമ്പിൻ്റെ ആയത്തുമായി ബന്ധപ്പെട്ട വചനമാണ് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർച്ചയിൽ 184 വചനമാണ് നമുക്ക് പഠിക്കുവാനുള്ളത്. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഈ തുടർ വചനങ്ങൾ. ഇന്ന് നമ്മുടെ വചനം അയ്യാമം മഅദൂദാത്ത് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ وعلى الذين يطيقونه فدية طعام مسكين فمن تطوع خيرا فهو خير له وأن تصوموا خير لكم إن كنتم تعلمون എന്നുള്ള വചനമാണ്. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ നിർബന്ധമാക്കിയത് ഏതാനും നാളുകളാണ്. ആ നാളുകൾ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. രോഗികൾ, യാത്രയിലുള്ളവർ, അവർക്ക് നോമ്പിൽ ഇളവുണ്ട്, നോമ്പൊഴിവാക്കാം. തത്തുല്യമായത് പിന്നീട് നോറ്റി വീട്ടിയാൽ മതി. ക്ലേശപ്പെട്ട് നോമ്പെടുക്കേണ്ടി വരുന്നവർ, അവർക്കും നോമ്പിൽ ഇളവുണ്ട്. പകരം ഒരു മിസ്കീൻ്റെ ഭക്ഷണം ഫിദിയ ചെയ്താൽ മതി. ഇങ്ങനെ തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പുമായി ബന്ധപ്പെട്ട അതിൽ ഇളവുകളും അള്ളാഹുവിൽ നിന്നുള്ള പ്രത്യേക റഹ്മത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും പരിഗണനകളും പറയപ്പെട്ട ഒരു മഹൽ വചനമാണ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു വചനം. അതിൻ്റെ തുടക്കഭാഗം ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇന്ന് പഠിക്കാം ബിഇദ്നില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അയ്യാമം മഅദൂദാത്ത് എന്നാണ്. എന്താണ് ഇത് അർത്ഥമാക്കുന്നത്? അയ്യാമൻ, യൗമുൻ, അയ്യാം, ദിനങ്ങൾ. മഅദൂദാത്ത് അദിൽ നിന്നാണ്. അദ്ദ എന്ന് പറഞ്ഞാൽ എണ്ണി. മഅദൂദ്, മഅദൂദത്ത്, എണ്ണപ്പെട്ടത്, എണ്ണപ്പെട്ടവ. അയ്യാമം മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ സൂമു, നിങ്ങൾ നോമ്പെടുക്കുക. അയ്യാമം മഅദൂദാത്ത്, എണ്ണപ്പെട്ട ഏതാനും നാളുകൾ. അല്ലെങ്കിൽ അസ്സിയാമു അയ്യാമം മഅദൂദാത്ത്, നോമ്പെടുക്കൽ എണ്ണപ്പെട്ട ഏതാനും നാളുകൾ എന്നാണ്. മാസങ്ങൾ, വർഷങ്ങൾ, ആഴ്ചകൾ എന്നൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല. അയ്യാമൻ എന്നാണ് പറഞ്ഞത്, ഏതാനും നാളുകൾ. ഇതിൽ അയ്യാം എന്നുള്ളത് അയ്യാമുൻ വ്യാകരണപ്രകാരം നക്കിറ എന്ന് പറയും. ഈ അയ്യാമുൻ എന്നുള്ള നാമം, നക്കിറ എന്ന് പറഞ്ഞാൽ സാമാന്യ നാമം. ഭാഷയിൽ ഇങ്ങനെ സാമാന്യ നാമം വന്നാൽ ഇത്തരം നാമങ്ങൾ അത് ഖില്ലത്തിനെ, അതേപോലെ കെസുറത്തിനെ, അതേപോലെ തഅദീം, അതേപോലെ അൽഹൂൻ, ഇതൊക്കെ ഈ നക്കിറ സാമാന്യ നാമം അറിയിക്കും. വളരെ തുച്ഛം, കുറച്ച് എന്ന അർത്ഥത്തിൽ, നിസ്സാരം എന്ന അർത്ഥത്തിൽ, അതാണ് ഹൂൻ. തഅദീം മഹനീയം, ഗംഭീരം എന്ന അർത്ഥത്തിൽ. കെസ്റത്ത് ഏറെ കൂടുതൽ എന്ന അർത്ഥത്തിൽ. ഖില്ലത്ത് വളരെ കുറച്ച് എന്ന അർത്ഥത്തിൽ. ഇതൊക്കെ ഇത്തരം ഈ മാറിഫയല്ലാതെ നക്കിറ സാമാന്യ നാമം അറിയിക്കുന്ന വിഷയമാണ്. ഇതൊക്കെ അറിയിക്കാനാണ് ഇങ്ങനത്തെ സാമാന്യ നാമം വരിക. ഇവിടെ ഇതിൽ ഏതിനെയാണ് അറിയിക്കുന്നത്? ഖില്ലത്തിനെയാണ് അറിയിക്കുന്നത്. വളരെ കുറച്ച്. അയ്യാമൻ ഖലായില, വളരെ കുറച്ച് നാളുകൾ എന്നതിനെയാണ് ആ പ്രയോഗം ദ്യോതിപ്പിക്കുന്നത്. കാരണം അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ വസ്ഫ് പറഞ്ഞു, വിശേഷണം മഅദൂദാത്ത്. മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താവുന്ന എന്നാണ്. കൂടുതൽ ഉള്ളത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ കുറച്ചുള്ളതാണ് എങ്കിൽ അതിനെ അത് ചെയ്യാം, എണ്ണാം. കൂടുതലാണ് എങ്കിൽ ആളുകൾ സാഹസപ്പെടും, പ്രയാസപ്പെടും. ഒരു രസികൻ കഥയിൽ ഉണ്ട്. ഒരു വിഭാഗം ആളുകൾ
ഒരു വലിയ ബാങ്ക് കൊള്ളയടിച്ചു. എന്നിട്ട് ബാങ്കിലെ പണം ഒന്നായിട്ട് കവർന്നു കൊണ്ടുവന്ന് അവർ എണ്ണുമ്പോൾ സാഹസപ്പെടുകയാണ്, എണ്ണാൻ കഴിയണില്ല, തീർക്കാൻ കഴിയണില്ല. അപ്പോൾ അതിലൊരു ആൾ പറഞ്ഞു എന്നാണ്, നമ്മളെന്തിനാണ് ഇത് തിട്ടപ്പെടുത്താൻ എണ്ണി പ്രയാസപ്പെടുന്നത്? നാളെ വാർത്ത വരുമ്പോൾ അറിയാം എത്ര കാശ് നഷ്ടമായി, അപ്പോൾ നമുക്ക് നമ്മൾ കൊള്ളയടിച്ചത് എത്രയെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കാം എന്ന് പറഞ്ഞു എന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, എപ്പോഴും എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കൽ കുറച്ചുള്ളതിനെയാണ്, കൂടുതലുള്ളത് എണ്ണാൻ പ്രയാസപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ മഅദൂദാത്ത് എന്ന് പറഞ്ഞു, എണ്ണപ്പെടുന്ന. അപ്പോൾ അത് കുറച്ച് എന്നതിനെയാണ് അറിയിക്കുന്നത്. അയ്യാമം മഅദൂദാത്ത് എന്നുള്ളത് ഖില്ലത്തിനെ, കുറച്ച് എന്നതിനെ അറിയിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅദൂദാത്ത്, ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ട് എണ്ണപ്പെട്ട ഏതാനും നാളുകൾ അള്ളാഹുവിന് ദിക്റിൽ കഴിയുക എന്ന് പറഞ്ഞു. അതേപോലെ ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമം മഅദൂദ, ജൂതർ, അതേപോലെ അവിശ്വാസികൾ, ഞങ്ങളെ നരകം തൊടുകയില്ല, ഞങ്ങൾ നരകത്തിൽ പോകേണ്ടി വന്നാൽ തന്നെയും അത് ഇല്ല അയ്യാമം മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും നാളുകളല്ലാതെ. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖിസ്സ വായിക്കുമ്പോൾ വശറൗഹു ബിസമനിൻ ബഖ്സിൻ ദറാഹിമ മഅദൂദ എന്നാണ്. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വളരെ തുച്ഛമായ വിലക്ക് അവർ വാങ്ങി മിസ്റിലെ മാർക്കറ്റിൽ. ആ വളരെ തുച്ഛ വില എന്നുള്ളതിനെക്കുറിച്ച് പറയുമ്പോൾ ദറാഹിമ മഅദൂദ, എണ്ണപ്പെട്ട ഏതാനും ദിർഹമുകൾ, നിർണിത നാണയങ്ങൾ, അതിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയെ വാങ്ങി എന്നുള്ളതാണ്. പറഞ്ഞു വരുന്നത്, ഈ മഅദൂദാത്ത് എന്ന് പ്രയോഗിച്ചതിൽ അതിൻ്റെ പൊരുൾ വളരെ കുറച്ച് എന്നുള്ളതാണ് അത് ദ്യോതിപ്പിക്കുന്നത്. ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നി റംല ബിൻത് അബി സുഫിയാൻ, അവരൊരിക്കൽ ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ അംതിഅനി ബിസൗജി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബി അബി സുഫിയാൻ വബി അഖി മുആവിയത എന്ന്. അള്ളാഹുവെ, എൻ്റെ ഭർത്താവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എൻ്റെ ഉപ്പ അബൂ സുഫിയാനും എൻ്റെ സഹോദരൻ മുആവിയക്കും ദീർഘായുസ് കനിഞ്ഞ് എനിക്ക് സൗഖ്യവും കുളിർമയും ഏകണമേ എന്നാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയുടെ ദുആ. അത് കേട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പ്രതികരിക്കുന്നുണ്ട്, ഖദ് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വ അയ്യാമിൻ മഅദൂദ വ അർസാഖിൻ മഖ്സൂമ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അജലുകൾ, മരണത്തീയതികൾ നിർണയിച്ചിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. വ അയ്യാമിൻ മഅദൂദ, ദിനങ്ങൾ നിർണയിച്ചിട്ടുണ്ട്, എണ്ണിയിട്ടുണ്ട്. അത് ഈ ദുനിയാവിൽ ആഖിറത്തിനെ അപേക്ഷിച്ച് പരിമിതമായ ദിനങ്ങൾ. വ അർസാഖിൻ മഖ്സൂമ, ഉപജീവനം അത് വീതിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിലാണ് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്. എന്നിട്ട് ലൻ യുഅജ്ജില അല്ലാഹു മിൻഹാ ഷൈഅൻ ഖബ്ല ഹില്ലിഹി ഔ യുഅഖിറ മിൻഹാ ഷൈഅൻ ബഅദ ഹില്ലിഹി, ഒരു സംഗതിയും അത് സംഭവിക്കുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു തആല വേഗത്തിലാക്കൂല, സംഭവിക്കേണ്ടതിനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു തആല പിന്തിപ്പിക്കുകയുമില്ല. വലൗ കുൻതി സഅൽതില്ലാഹ അൻ യുആഫിയകി മിൻ അദാബിൻ ഫിന്നാരി വ അദാബിൻ ഫിൽ ഖബർ കാന ഖൈറൻ ലക്കി വ അഫ്ദൽ, നരകശിക്ഷയിൽ നിന്നും ഖബർ ശിക്ഷയിൽ നിന്നും അള്ളാഹുവിനോട് സൗഖ്യം നിങ്ങൾ തേടിയിരുന്നുവെങ്കിൽ അതായത് ഏറ്റവും ശ്രേഷ്ഠവും ഉത്തമവും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അവിടെ ഞാനത് കൊണ്ടുവന്നത് സഅൽതില്ലാഹ ലി ആജാലിൻ മദ്റൂബ വ അയ്യാമിൻ മഅദൂദ വ അർസാഖിൻ മഖ്സൂമ. അവിടെ അയ്യാമിൻ മഅദൂദ, എണ്ണപ്പെട്ട നാളുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ നാളുകൾ എന്ന ആശയത്തെ ദ്യോതിപ്പിക്കാനാണ് ഈ ഒരു പ്രയോഗം, അയ്യാമൻ മഅദൂദാത്ത് എന്നുള്ള പ്രയോഗം. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ അയ്യാമൻ മഅദൂദാത്ത് എന്ന് ഈ അയ്യാമൻ മഅദൂദാത്ത് എന്ന് അതിനെ തുടർത്തി പറഞ്ഞത് അത് തസ്ഹീലിന് വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. ആ നോമ്പ് ഏതാനും ദിനങ്ങളാണ്, നാളുകളാണ് എന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു വ തആല അടിയാറുകൾക്ക്, വിശ്വാസികൾക്ക് അതിൽ എളുപ്പം അറിയിക്കുകയാണ്, അവരെ ബോധ്യപ്പെടുത്തുകയാണ്. അവർ താല്പര്യപൂർവം, ആവേശപൂർവം, ഞെരുക്കമോ പ്രയാസമോ പ്രകടിപ്പിക്കാത്ത വിധം അത് ഏൽക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി. അതാണ് ഈ അയ്യാമം മഅദൂദാത്ത്
എന്ന ഈ അനുബന്ധത്തിൻ്റെ പൊരുളായി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ചില തഫ്സീറുകളിൽ ഇമാമുൽ ഖഫാൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം എടുത്തു നൽകിയിട്ടുണ്ട്. അബൂബക്കർ അൽ ഖഫാൽ എന്ന് പറഞ്ഞാൽ ഷാഫിഈ മദ്ഹബിലെ ഫുഖഹാക്കളിൽ ഉലമാക്കളിൽ അതിശ്രേഷ്ഠരായ പണ്ഡിതനാണ്. ഖഫാലുമാർ കുറേ ഉണ്ട്. അൽ ഖഫാൽ അബൂബക്കർ അശ്ശാശി അൽ ഖഫാൽ, അതേപോലെ അബൂബക്കർ അൽ മർവസി അൽ ഖഫാൽ, അബൂബക്കർ അൽ ഫാരിഖി അൽ മുസ്തബ്ഹിരി അൽ ഖഫാൽ എന്നിവരൊക്കെ ഷാഫി മദ്ഹബിലെ അറിയപ്പെട്ട പണ്ഡിതന്മാരാണ്. പക്ഷെ അതിൽ അബൂബക്കർ അശ്ശാശി അൽ ഖഫാൽ ഹിജറയുടെ 365 മരണപ്പെട്ട അബൂബക്കർ അശ്ശാശി അൽ ഖഫാൽ, അബൂബക്കർ അൽ മർവസി അൽ ഖഫാൽ 417 അൽ മുസ്തബ്ഹരി അബൂബക്കർ അൽ ഫാരിഖി അദ്ദേഹം ഹിജറയുടെ 507 ഏതായാലും ഈ അബൂബക്കർ അശ്ശാശി അൽ ഖഫാൽ അദ്ദേഹം ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പറയുന്നത് ഉൻദുറു ഇലാ അജീബി മാ നബ്ബഹ അല്ലാഹു അലൈഹി മിൻ സഅതി ഫദ്ലിഹി വറഹ്മതിഹി ഫി ഹാദ തക്ലീഫ്. നോമ്പാകുന്ന ഈ കൽപ്പനയിൽ, ഈ വിധിയിൽ അള്ളാഹുവിൻ്റെ വിപുലവും വിശാലവുമായ റഹ്മത്തും ഔദാര്യവും അള്ളാഹു ഉണർത്തിയത് മഹാത്ഭുതം നിങ്ങളൊന്ന് നിരീക്ഷിക്കൂ, നോക്കൂ. എന്നിട്ട് അദ്ദേഹം എണ്ണാണ് ഫഖദ് നബ്ബഹ അല്ലാഹു ഇലാ മയലി 5 കാര്യങ്ങൾ. ഒന്ന്, അന്ന ലിഹാദിഹിൽ ഉമ്മത്തി ഫി ശരീഅത്തി സിയാമി ഉസ്വത്തുൻ ബിൽ ഉമമിൽ മുതഖദ്ദിമ. നോമ്പ് നിയമമാക്കിയതിൽ പൂർവ്വ സമുദായങ്ങളുടെ മാതൃകയുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തി. 2, അന്ന സൗം സബബുൻ ലിഹുസൂലി തഖ്വ. തഖ്വ സാക്ഷാത്കരിക്കാനും നേടാനും കാരണമാണ് നോമ്പ് എന്ന് അല്ലാഹു ഉണർത്തി. നോമ്പ് നിയമമാക്കിയില്ലായിരുന്നുവെങ്കിൽ, നിർബന്ധമാക്കിയില്ലായിരുന്നുവെങ്കിൽ ഈ ഒരു മഹനീയ ലക്ഷ്യം തഖ്വ സാക്ഷാത്കരിക്കുക എന്നുള്ളത് നഷ്ടപ്പെടും. 3, അന്നഹു മുഖ്തസും ബി അയ്യാമിൻ മഅദൂദാത്ത്. ഈ നോമ്പ് അത് എണ്ണപ്പെട്ട ഏതാനും നാളുകൾക്ക് പ്രത്യേകമാക്കി. ഫൈനഹു ലൗ ജഅലഹു അബദൻ ലഹസലത്തിൽ മശഖത്തുൽ അദീമ. നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം പോലെ നിത്യ കർമ്മമാക്കിയിരുന്നുവെങ്കിൽ വലിയ ക്ലേശം അതിനാൽ ഉണ്ടാകുമായിരുന്നു. പിന്നെ 4, അന്നഹു ഖസ്സഹു മിൻ ബൈനി ശുഹൂരി ബിശഹരി അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ലികൗനിഹി അഷ്റഫ ശുഹൂർ. നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ അതിനുവേണ്ടി തിരഞ്ഞെടുത്തു, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതായ മാസം. അപ്പോൾ ആ ശ്രേഷ്ഠ മാസത്തോടുള്ള ആദരവിനാൽ, ആഗ്രഹത്താൽ അതിൽ നോമ്പ് ആളുകൾക്ക് താല്പര്യവും ആവേശവും ഉള്ളതാക്കും. പിന്നെ 5, ഇസാലത്തുൽ മശഖ ഫി ഇൽസാമിഹി. നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ക്ലേശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ ക്ലേശം അനുഭവിക്കുന്ന രോഗികൾ, അതേപോലെ തന്നെ യാത്രികർ, ഇവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നോമ്പ് ഒഴിവാക്കി. ഈ 5 കാര്യങ്ങൾ എണ്ണിയിട്ട് അൽ ഖഫാൽ പറയുകയാണ് റഹ്മത്തുള്ളാഹി അലൈഹി, ഖദ് റാഅ ഫി ഫരീദത്തി സിയാമി ഹാദിഹിൽ വുജൂഹ് മിനർ റഹ്മ ഫലഹുൽ ഹംദു അലാ നിഅമിഹി അല്ലതി ലാ തുഹ്സാ. നോമ്പ് നിർബന്ധമാക്കുന്നതിൽ ഇക്കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഗണിച്ചു. ആ പരിഗണന അള്ളാഹുവിൻ്റെ റഹ്മത്താണ്, കാരുണ്യമാണ് എന്നാണ് അദ്ദേഹം അനുബന്ധമായിട്ട് പറഞ്ഞത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, നോമ്പ് നിർബന്ധമാക്കിയതിലുള്ള അള്ളാഹുവിൻ്റെ റഹ്മത്തും ഔദാര്യവും ഈ ഉമ്മത്തികളോട്. ഇത് നിങ്ങൾക്ക് മാത്രമല്ല, പൂർവികർക്കും നിയമമാണ്, നിർബന്ധമാണ്. തഖ്വ സാക്ഷാത്കരിക്കലാണ് ജീവിത ലക്ഷ്യം. അതിൻ്റെ ഒരു പ്രധാന കാരണം നോമ്പാണ്. പിന്നെ ഇത് ഏതാനും നാളുകൾ മാത്രം. ഈ നോമ്പ് നിർബന്ധമാക്കാൻ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠമായ മാസത്തെ തിരഞ്ഞെടുത്തു. ക്ലേശപ്പെടുന്നവർ, പ്രയാസപ്പെടുന്നവർ, അവരുടെ മേൽ നോമ്പ് നിർബന്ധമല്ല, അവർക്ക് ഇളവുണ്ട്, ഇതൊക്കെ അറിയിച്ചു. അപ്പോൾ എത്ര ഔദാര്യം, എത്ര അനുഗ്രഹം, എത്ര കാരുണ്യം. ഇതാണ് ഇമാംമാർ ഈ വിഷയത്തിൽ വായിച്ചത്. ഈ ഒരു പ്രയോഗം അയ്യാമം മഅദൂദാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇത് നമ്മളിവിടെ പ്രത്യേകം ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമാണ്. മേലായവൻ്റെ റഹ്മത്തും അവൻ്റെ ഫദ്ലും ഔദാര്യവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞാൽ സൂമു അയ്യാമൻ മഅദൂദാത്ത്, നിങ്ങൾ എണ്ണപ്പെട്ട ഏതാനും ദിനങ്ങൾ, കുറഞ്ഞ ദിനങ്ങൾ നോമ്പെടുക്കൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശം ഏത് നോമ്പാണ്?
റമദാനിലെ നോമ്പാണോ അതല്ല റമദാനിലെ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പുണ്ട്, ആ നോമ്പുകളാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മദീനയിലേക്ക് ഹിജറ വന്നു. റബീഉൽ അവ്വൽ മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ. ആ റബീഉൽ അവ്വൽ മാസം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ നോമ്പെടുത്തിട്ടുണ്ട്. ഹിജറയുടെ 1-ാം വർഷമാണത്. പിന്നെ ഹിജറയുടെ 2-ാം വർഷം മുഹറം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുത്തു ഷഅബാൻ മാസം വരെ. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ, റജബ്, ഷഅബാൻ, 8 മാസങ്ങൾ. ഹിജറയുടെ 1-ാം വർഷത്തിലോ റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദൽ ഊല, ജുമാദൽ ഉഖ്റ, റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ, 10 മാസം. വിശുദ്ധ മദീനയിലേക്ക് പലായനം ചെയ്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 18 മാസം നോമ്പെടുത്തു. അതിൽ പിന്നെയാണ് റമദാൻ മാസത്തിലെ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നത്. ഇമാം അൻ-നവവി റഹ്മത്തുള്ളാഹി അലൈഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 മാസം നോമ്പെടുത്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ബദർ യുദ്ധത്തിൻ്റെ 1 മാസം അല്ലെങ്കിൽ 1 മാസവും ദിനങ്ങളും മുമ്പാണ് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നത്. ബദർ യുദ്ധം നടന്നത് ഹിജറയുടെ 2-ൽ, റമദാൻ 17-നാണ്. അപ്പോൾ ഷഅബാൻ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി. അതിനു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 18 മാസം നോമ്പെടുത്തിട്ടുണ്ട്. ആ നോമ്പുകൾ ഏത് എന്ന് നമ്മൾ നോമ്പിൻ്റെ ചരിത്രം പറയവേ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു നിവേദനത്തിൽ വന്നത് തുടക്ക ക്ലാസ്സിൽ അനുസ്മരിച്ചിട്ടുണ്ട്. അത് എല്ലാ മാസത്തിലെയും 3 നോമ്പുകൾ, സലാസത്തു അയ്യാം മിൻ കുല്ലി ഷഹർ, ഒപ്പം ആശൂറ നോമ്പ്. മാസത്തിലെ 3 നോമ്പുകൾ, ആശൂറ നോമ്പ്, ഇവയായിരുന്നു റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമായ നോമ്പുകൾ. ആശൂറ മുഹറം 10-ലാണ്. ഹിജറക്കപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശൂറയിൽ നോമ്പെടുത്തു. അന്ന് നോമ്പ് നിർബന്ധമായിരുന്നു, ആശൂറ നോമ്പ്. പിന്നെ എല്ലാ മാസങ്ങളിലെയും 3 നോമ്പ്. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ ലാ അദഉഹുൻ ഫീ സഫറിൻ വലാ ഹദർ ഹത്ത അമൂത്ത്. അബൂദർദ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എൻ്റെ ഖലീലായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് 3 കാര്യം കൽപ്പിച്ചു, അത് ഞാൻ ഒരിക്കലും കൈയൊഴിക്കൂല. യാത്രയിലായാലും നാട്ടിൽ താമസിക്കുന്ന അവസ്ഥയിലായാലും ഞാൻ മരിക്കുന്നത് വരെ. എന്നിട്ട് പറഞ്ഞു ഔസാനി ബി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലെയും 3 ദിവസത്തെ നോമ്പ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് കൽപ്പിച്ചു. വറക്കയത്തെ ദുഹ, ദുഹയിലെ 2 റക്അത്ത് നിസ്കാരം. പിന്നെ വഅൻ ഊതിർ ഖബ്ല അനാം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്തറാക്കാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു എന്നാണ്. ഇതാണ് പിന്നെ 3 കാര്യങ്ങൾ. അതിൽ എല്ലാ മാസങ്ങളിലെയും 3 നോമ്പ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിന് മുമ്പ് തന്നെ നിർവഹിച്ചിരുന്ന വ്രതാനുഷ്ഠാനമാണ്. റമദാനിന് മുമ്പ് അത് നിർബന്ധമായിരുന്നു. ആ നോമ്പ് വളരെ ശ്രേഷ്ഠമായ നോമ്പാണ്. അലാ ഉഖ്ബിറുക്കും ബിമാ യുദ്ഹിബു വഹറ സദർ, നെഞ്ചകത്തെ പ്രയാസങ്ങൾ, രോഗങ്ങൾ, അതേപോലെ തന്നെ ഹൃദ്രോഗങ്ങൾ എന്ന് പറയുന്ന ഈ പക, വിദ്വേഷം, ഇതൊക്കെ പോക്കുന്ന ഒരു കർമ്മം ഞാൻ നിങ്ങളെ അറിയിച്ചു തരട്ടെ എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കൊടുത്തു സൗമു സലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസങ്ങളിലെയും 3 ദിവസത്തെ നോമ്പ് അത് നെഞ്ചകത്തെ വിദ്വേഷം, പക പോലെ രോഗങ്ങളെ പോക്കും എന്നാണ്. സൗമു ഷഹരി സബരി, ക്ഷമയുടെ മാസമായ റമദാനിലെ നോമ്പും, വസലാസത്തി അയ്യാമി മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലെയും 3 നോമ്പും, യുദ്ഹിബിന വഹറ സദർ, നെഞ്ചകത്തെ പകയും വിദ്വേഷവും പോക്കും എന്ന് പറഞ്ഞ മറ്റൊരു നിവേദനവും കാണാൻ സാധിക്കും. ഈ നോമ്പ് ഇത് റമദാൻ നോമ്പ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ട നോമ്പായിരുന്നു. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 18 മാസം അനുഷ്ഠിച്ചതിനെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അത് എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. ഈ 3 നോമ്പ് അത് അയ്യാമുൽ ബീദിൻ്റെ നോമ്പാണ് എന്ന് ചില നിവേദനങ്ങൾ വെച്ചിട്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല, മാസത്തിൽ ഏത് ദിവസവും ആകാം ആ 3 നോമ്പുകൾ.
എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. ഒരു അറാബി ഒരിക്കൽ ഒരു മുയലിനെ പാകം ചെയ്ത് പൊരിച്ച് പാകം ചെയ്ത് അതിൻ്റെ കറിയും അതിൽ ഉപയോഗിച്ച എണ്ണയും അടക്കം കൊണ്ടുവന്നു എന്നാണ് ഹദീസിൻ്റെ പ്രയോഗത്തിൽ കാണാം. പിന്നെ അതാബി അർണബിൻ കത് ഷവാഹ വ മഅഹ സിനാബുഹ വ അദ്മുഹ എന്നാണ്. എണ്ണയിലിട്ട് പൊരിച്ച് എന്നിട്ട് പിന്നെ അത് കറിയാക്കി, എന്നിട്ട് ആ സിനാബ് എന്ന് പറഞ്ഞാൽ അതാണ് ആ മുയലിനെ പൊരിച്ച എണ്ണയും വ അദ്മുഹ അതിൻ്റെ കറിയും കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ അയാൾ അത് വെച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിന്നില്ല, സഹാബികളോട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ആറാബി കഴിച്ചില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആറാബി കഴിച്ചില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചു, മാ യംനഉക അൻ തഅകുൽ, തിന്നാൻ എന്താ നിങ്ങൾക്ക് തടസ്സം? അപ്പോൾ അറാബി പറഞ്ഞു, ഇന്നി അസൂമു സലാസത അയ്യാമി മിനശ്ശഹർ, ഞാൻ മാസത്തിലെ 3 നോമ്പുകൾ എടുക്കുന്ന മനുഷ്യനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് പറഞ്ഞു, ഇൻ കുൻത സായിമൻ ഫസും അൽ അയ്യാം അൽ ഖുർ, താങ്കൾ അങ്ങനെ മാസത്തിൽ 3 നോമ്പ് എടുക്കുന്ന ആളാണ് എങ്കിൽ അൽ അയ്യാമുൽ ഖുറിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. അയ്യാമുൽ ഖുർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അയ്യാമുൽ ബീദ് എല്ലാ മാസത്തിലെയും 13, 14, 15 ദിവസങ്ങൾ പൗർണമി രാവുകൾ അതിൽ നോമ്പെടുക്കാൻ പറഞ്ഞു. ഖതാദ ഇബ്നു മിൽഹാൻ അൽ ഖൈസിയിൽ നിന്നുള്ള ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കന യഅ്മുറുനാ ബിസൗമി അയ്യാമിൽ ലയാലി അൽ ഖുർ അൽ ബീദ് 13 വ 14 വ 15 ഞങ്ങളോട് അയ്യാമുൽ ബീദിൽ 13, 14, 15 രാവുകളിൽ നോമ്പെടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിക്കുമായിരുന്നു. എന്നിട്ട് തിരുനബി പറയും, ഹുന്നക സൗമി ദഹർ, വർഷം മുഴുവൻ നോമ്പെടുക്കുന്നത് പോലെയാണ് അവ എടുത്താൽ അനുഷ്ഠിച്ചാൽ എന്ന് പറയുമായിരുന്നു എന്നാണ്. സഹിഹായ നിവേദനങ്ങളാണ്. ഞാനിത് പറഞ്ഞു വന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിലെ നോമ്പ് അത് നിർബന്ധമാക്കപ്പെടുകയും നിർബന്ധമായി അത് അനുഷ്ഠിക്കുകയും ചെയ്തതിന് മുമ്പ് നിർബന്ധം നോമ്പ് എടുത്തിട്ടുണ്ട് 18 മാസക്കാലം. അതെല്ലാ മാസങ്ങളിലെയും 3 നോമ്പ് അയ്യാമുൽ ബീദാകാം, അല്ലാതെയാവാം. ഏറ്റവും ശ്രേഷ്ഠം അയ്യാമുൽ ബീദാണ്. പിന്നെ ആശൂറ നോമ്പ്. ഇവിടെ അയ്യാമൻ മഅദൂദാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി. കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലൽ ലദീന മിൻ ഖബലിക്കും എന്ന ആ നിർബന്ധമാക്കിയ വിധി അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു. എന്നിട്ട് നോമ്പെടുക്കാൻ കൽപ്പിച്ചു. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട കുറഞ്ഞ നാളുകൾ. അതുകൊണ്ട് ഉദ്ദേശം ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞത്, റമദാൻ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് നിർബന്ധമാക്കപ്പെട്ടിരുന്ന നോമ്പുകളാണ് ഉദ്ദേശം. അത് ഏതാണ്? അത് എല്ലാ മാസത്തിലെയും 3 നോമ്പും ആശൂറ നോമ്പും. ഇതാണ് ഒരു വിഭാഗം ഇവിടെ ഈ വിഷയത്തിൽ പറഞ്ഞത്. എന്നാൽ പ്രാമാണികരായ മറ്റു പല പണ്ഡിതന്മാരും കൂടുതൽ മുഫസ്സിറുകളും ഫുഖഹാക്കളും പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യാമൻ മഅദൂദാത്ത് എന്ന് വിശേഷിപ്പിച്ചത് വിശുദ്ധ റമദാൻ മാസത്തെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയ്യാമൻ മഅദൂദാത്ത് എന്ന് പറഞ്ഞു, എണ്ണപ്പെട്ട നാളുകൾ. എന്നിട്ട് ആ തുടർച്ചയിൽ ഈ എണ്ണപ്പെട്ട നാളുകൾ ഏത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. അത് അടുത്ത വചനം ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചു. ഇവിടെ അയ്യാമൻ മഅദൂദാത്ത് എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ റമദാൻ മാസം അത് 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പാണെങ്കിലും വിശ്വാസികൾ അത് വളരെ എളുപ്പമുള്ളതായി ഏൽക്കാനും അനുഷ്ഠിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെയാണ് അയ്യാമൻ മഅദൂദാത്ത്, വളരെ കുറഞ്ഞ നാളുകൾ എന്ന് വിശേഷിപ്പിച്ച് ഇവിടെ ഉണർത്തിയത്. റമദാൻ മാസം അതിലെ നോമ്പാണ് ഇവിടെ ഉദ്ദേശം. ഇമാം ഇബ്നു ജരീർ അത്തബരി പറഞ്ഞു, വ ഔലൽ അഖ്വാൽ ബിസ്സവാബ് ഇൻദി, എൻ്റെ അടുക്കൽ ശരിയോട് ഏറ്റവും അടുത്ത അഭിപ്രായം ഖൗലു മൻ ഖാല അന ജല്ല വ സനാഉഹു ബിഖൗലിഹി അയ്യാമൻ മഅദൂദാത്ത് അയ്യാമ ശഹ്രി റമദാൻ. അയ്യാമൻ മഅദൂദാത്ത് എന്ന ഈ വാക്കുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ മാസത്തിലെ അയ്യാം ദിവസങ്ങളെയാണ് പരിഗണിച്ചത്, ഉദ്ദേശിച്ചത് എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിൻ്റേതായ കാരണങ്ങളൊക്കെ പിന്നെ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഇവിടെ ഈ അയ്യാമൻ മഅദൂദാത്തിൻ്റെ ലക്ഷ്യം അയ്യാമു ശഹ്രി റമദാൻ, റമദാൻ മാസത്തിലെ ദിനങ്ങളാണ് എന്നാണ് അഭിപ്രായപ്പെട്ടുള്ളത്. എന്നാൽ റമദാൻ മാസത്തിൻ്റെ വിഷയവും വിധിയുമൊക്കെ ഇനി വരാനിരിക്കുന്നു. അടുത്ത വചനത്തിൽ
85 വചനത്തിൽ. ഇവിടെ ഈ അയ്യാമം മഅദൂദാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണപ്പെട്ട ഏതായാലും കുറഞ്ഞ നാളുകൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നതിന് മുമ്പ് നിർബന്ധമായിരുന്ന 4 നോമ്പുകൾ, എല്ലാ മാസത്തിലെയും 3 നോമ്പ്, പിന്നെ ആശൂറ നോമ്പ്, ഇതാണ് എന്നാണ്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞു, സൂമു അയ്യാമം മഅദൂദാത്ത്. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൻ്റെ വിഷയത്തിൽ ഇളവിനെയും അതേപോലെ തന്നെ ഇതിൽ ഞെരുക്കവും പ്രയാസവും ഉദ്ദേശിക്കുന്നില്ല. വല്ലവരും ഞെരുക്കം കാണുന്നുവെങ്കിൽ അൽ മശഖ്ഖതു തജ്ലിബു തൈസീർ, അത് ഒരു തത്വമാണ്. പ്രയാസം അത് എളുപ്പത്തെ കൊണ്ടുവരും. അപ്പോൾ വല്ലവരും വ്രതാനുഷ്ഠാനത്തിൻ്റെ വിഷയത്തിൽ ഞെരുക്കവും പ്രയാസവും ഉള്ളവരാണ് എങ്കിൽ അവർക്ക് എളുപ്പമുണ്ട്. ആ വിഷയമാണ് ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ എന്ന് തുടങ്ങി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബിഇദ്നില്ലാഹ് അത് തുടർന്ന് പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.